നമസ്കാരം. ഇന്നലെ മകരവിളക്ക് തെളിയുന്ന ദിവസമാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് ദർശിക്കാൻ വേണ്ടി ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ആ ശബരിമല ദർശനം നടക്കുന്ന അതേ സമയത്താണ് ശങ്കർദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആരാണ് ശങ്കർദാസ്? ശങ്കർദാസ് എന്ന് പറയുന്നത് DIG പ്രേം ശങ്കറിൻ്റെ പിതാവാണ്. അദ്ദേഹം മുമ്പൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ശങ്കർദാസ് വളരെ സത്യസന്ധനായ ഒരാളായിരുന്നു. പക്ഷേ ശബരിമല കൊള്ളയുടെ വിവരങ്ങൾ ഓരോ ദിവസം പുറത്തു വന്നപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പർമാരായ ശങ്കർദാസും വിജയകുമാറും അതേപോലെ പത്മകുമാറും ഒരുമിച്ചാണ് പല തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് മിനിറ്റ്സിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ള കൃത്യമായ രേഖ ഹൈക്കോടതിയിൽ കിട്ടിയതോടെയാണ് ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് പോലീസ് ഫാദർ ആയതുകൊണ്ടാണോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അന്നു മുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് നാടകം അഭിനയിക്കുന്നതെന്ന് ജസ്റ്റിസ് ബദ്രുദ്ദീൻ്റെ വാചകം പുറത്തു വന്നത്. നേരത്തെ വിജയകുമാറിനെതിരെയും ഇത് തന്നെയാണ് വന്നത്. വിജയകുമാറിൻ്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി വരെ പോയെങ്കിലും അവിടെ നിന്ന് തള്ളപ്പെടുകയായിരുന്നു. അതേപോലെ ശങ്കർദാസിൻ്റെ സ്ഥിതിയും ഈ അവസ്ഥയിൽ എല്ലാ തരത്തിലും ഹൈക്കോടതി പൂട്ടിയിരിക്കുന്നു. ഇതെന്താണ് ഹൈക്കോടതി ഇത്രയും ശക്തമായ രൂപത്തിൽ നീങ്ങുന്നത്? അതാണ് അയ്യപ്പൻ്റെ തിരുവിളയാട്ടം. അയ്യപ്പനെ തൊട്ടാൽ ആ ആളെ കയ്യോടെ പിടികൂടി നിയമത്തിനുള്ളിലെത്തിക്കാൻ അയ്യപ്പൻ തന്നെ വിചാരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹൈക്കോടതി നിരീക്ഷണത്തിലൂടെ ശക്തമായ താക്കീതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഒരു ഉന്നതനായ പോലീസ് ഓഫീസറുടെ ഒരു സത്യസന്ധനാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്ന DIG പ്രേം ശങ്കറിൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇതിലാകെ വരണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഇനി ആരെല്ലാമാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വരാൻ പോവുകയാണ്. 2 ദിവസം മുമ്പാണ്, മിനിഞ്ഞാന്നാണ് ഞാൻ പുറത്തുവിട്ടത്, 4 പ്രമുഖരായ CPMൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഒന്ന് ആദ്യം തന്നെ ശങ്കർദാസ് ആയിരിക്കും, ഉടനെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇന്ന് നടന്നു. ഇനി അടുത്തത് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് മറ്റാരുമല്ല, പെൺപിടിയനായ തട്ടിപ്പ് വീരനായ പിണറായി വിജയൻ്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ കൊണ്ടു നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ തല്ലേണ്ടതാണ്. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പിണറായി വിജയന് ശേഷം എന്നെ പോലെ തന്നെ വൃത്തികെട്ടവനാണ് കടകംപള്ളി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തത് പ്രശാന്തനാണ്. ഒരു തവണ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ്. വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് അറസ്റ്റ് ചെയ്യാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അടുത്ത അറസ്റ്റ് എന്ന് പറയുന്നത് പ്രശാന്തിനായിരിക്കും. പ്രശാന്തിനെ ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു, വീണ്ടും വിളിപ്പിക്കും എന്നുള്ള കാര്യം കൃത്യമാണ്. ഈ ആഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ നടപടിക്രമം പൂർത്തിയാക്കും. അത് കഴിഞ്ഞാൽ നേരെ വാസവനെ പൊക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ 4 പേരെയും, അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് വാസവൻ്റെ കാലത്താണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 4 പേരെ അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം 2 BJP നേതാക്കന്മാർ അറസ്റ്റിലാകും. അതുകൊണ്ടാണ് BJP പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തൊന്നും മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ നാമജപ യാത്ര നടത്തിയ കോട്ടയത്തെയും അതേപോലെ പത്തനംതിട്ടയിലെയും അതേപോലെ ആലപ്പുഴയിലുമുള്ള BJP പ്രവർത്തകർ, RSS പ്രവർത്തകർ, ഹിന്ദു മുന്നണി പ്രവർത്തകർ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. എന്തിന്? തന്ത്രിയെ കുടുക്കി എങ്ങനെയെങ്കിലും ഈ BJP നേതാക്കന്മാരെ രക്ഷിക്കാനുള്ള പരിപാടിയിൽ പങ്കുചേരുകയാണ് ഇപ്പോൾ BJP. ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള വാർത്ത കണ്ടിട്ടുണ്ടോ? തന്ത്രി മഹാകള്ളനാണ് എന്നാണ് പറയുന്നത്. അതായത് BJPയുടെ ഔദ്യോഗിക നിലപാടിനെതിരെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ വെടിപൊട്ടിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ തന്ത്രി കുറ്റക്കാരനല്ല എന്നുള്ളതാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലായി. ഇതെല്ലാം തന്ത്രിക്ക് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിലുള്ള കാര്യങ്ങളല്ല അവിടെ നടന്നിട്ടുള്ളത്. അധികാരപരിധിയിലുള്ള കാര്യങ്ങളിൽ പൂജാകർമ്മങ്ങൾ മാത്രമാണ്. അതിൽ ആചാര ലംഘനങ്ങൾ കൃത്യമാണ്. മുമ്പ് പിണറായി വിജയൻ കുറേ ഉടുതുണി ഇല്ലാത്ത സ്ത്രീകളെ കയറ്റിയപ്പോൾ അവിടെ ഞാൻ വാതിലടച്ചവിടുമെന്ന് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് തന്ത്രി രാജീവ് കണ്ഠരര്. അതോടൊപ്പം അദ്ദേഹം പൂജാക്രമങ്ങളിലൊന്നും തന്നെ വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. അതേസമയത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വാതിൽപ്പടികളും അതേപോലുള്ള അവരുടെ വകുപ്പിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വാതിൽപ്പടി കൊണ്ടുപോയാലും അതേപോലെ ഉള്ള ദാരുശില്പങ്ങൾ കൊണ്ടുപോയാലും മറ്റു കാര്യങ്ങൾ കൊണ്ടുപോയാലും അതിൻ്റെ ഉത്തരവാദിത്വം, അത് കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. ആ ദേവസ്വം ബോർഡാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്ത്രിയെക്കുറിച്ചുള്ള ആരോപണം മൗനാനുവാദം കൊടുത്തു എന്നാണ്. എന്ത് മൗനാനുവാദം? ഇത്തരം കാര്യങ്ങളിൽ പല കാര്യങ്ങളും പരിഷ്കരിക്കേണ്ടതുണ്ടാവും. അത് ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് പോയി ചെയ്യുന്നു, ലേറ്റ് ആയാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്താണ്. അതിലിടപെടാനുള്ള അവകാശം അല്ലെങ്കിൽ
ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇടപെടേണ്ട ആവശ്യം തന്ത്രിക്കില്ല എന്നുള്ളതാണ് സത്യം. തന്ത്രി അതേസമയത്ത് എന്തെങ്കിലും ഒരു ലെറ്റർ കൊടുത്തിരുന്നെങ്കിൽ, ഭഗവാനോട് സംസാരിച്ച് സമ്മതിച്ച് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ ലെറ്ററായി കൊടുത്തിരുന്നെങ്കിൽ തന്ത്രി കുടുങ്ങിയിരുന്നേനെ. ഇപ്പോൾ തന്ത്രിക്ക് അങ്ങനെ ഒരു കാര്യവുമില്ല. അത് തന്ത്രിയെ കുടുക്കിയതിൽ, അറസ്റ്റ് ചെയ്തതിൽ ഹൈക്കോടതിക്ക് ഭയങ്കര വിയോജിപ്പുണ്ടെന്നും ഭയങ്കര അസംതൃപ്തി ഉണ്ടെന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. മിക്കവാറും തന്ത്രിക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്ത്രിയെ വെച്ച് കടകംപള്ളിയെയും വാസവനെയും പ്രശാന്തിനെയും അതേപോലെ ശങ്കർദാസിനെയും അടക്കമുള്ളതല്ല, പിണറായി വിജയനെ അടക്കം രക്ഷിക്കാനുള്ള, BJP നേതാക്കന്മാരെ അടക്കം രക്ഷിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പൊളിഞ്ഞ് പാളിസായിരിക്കുന്നത്. മകരവിളക്ക് സമയത്ത് അയ്യപ്പൻ തന്നെ തൂക്കിയെടുത്തിരിക്കുകയാണ് ശങ്കർദാസിനെ എന്ന് പറയാൻ പറ്റും. എന്തായാലും ഒരു രോഗിയായ വൃദ്ധനായ ശങ്കർദാസിന് അവസാനം നല്ല കാലത്ത് ചെയ്ത ഒരു കുറ്റത്തിന് ഭഗവാൻ പണി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി എത്ര പേർക്ക് ഭഗവാൻ പണി കൊടുക്കാൻ നിൽക്കുന്നു? നമുക്കറിയാം, പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും വെട്ടികളും ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. കേന്ദ്ര സർക്കാരാണ് പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയ്യപ്പൻ വെറുതെ വിടുന്നില്ല. അയ്യപ്പൻ്റെ പേരിൽ രാഷ്ട്രീയം കളിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. അവർക്ക് യാതൊരു തരത്തിലും സത്യസന്ധതയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയനെ സംരക്ഷിച്ച് പിണറായി വിജയൻ്റെ അണികളെ ഉപയോഗിച്ച് എങ്ങനെ അധികാരത്തിലെത്താൻ പറ്റുമോ നോക്കുന്ന കാര്യം. എന്നാൽ പിണറായി വിജയനെയും സംഘത്തെയും കാളകൂട വിഷങ്ങളടങ്ങിയ സംഘത്തെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നെങ്കിൽ എന്നോ BJP കേരളത്തിൽ അധികാരത്തിലെത്തുമായിരുന്നു. ഞാനൊക്കെ അന്ന് ആഗ്രഹിച്ചിരുന്നു ഇവർ അധികാരത്തിലെത്തട്ടെ, എന്നിട്ട് ഈ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചത്, ശരിയായ അന്വേഷണം നടത്തി പിണറായി വിജയനെയും കുടുംബത്തെയും അതേപോലുള്ള കാളകൂട വിഷങ്ങളെയെല്ലാം അകത്താക്കി കഴിയുകയാണെങ്കിൽ BJP സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ BJP ഇങ്ങനത്തെ കള്ള രാഷ്ട്രീയം കളിക്കുന്നു, പിണറായി വിജയനെ സംരക്ഷിക്കുന്നു. ഈ കള്ളന്മാരെ ഉപയോഗിച്ച് പിണറായി വിജയനെ ഉപയോഗിച്ച് എങ്ങനെ ഭരണത്തിൽ കയറാമെന്നുള്ള പരിപാടികളുമായി നടക്കുകയാണ് BJP. അതും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അവർക്ക് മിണ്ടാൻ പറ്റാത്ത വിധത്തിൽ പിണറായി വിജയനുള്ള ബന്ധങ്ങൾ പുറത്തു വരുമെന്നുള്ള കൃത്യമായുള്ള അറിവോടെ ഇവർ മിണ്ടാതിരിക്കുകയാണ്. ഇടയ്ക്കൊരു പ്രസ്താവനയില്ലാതെ എന്ത് സമരമാണ് ഈ ശബരിമല കൊള്ളയിൽ ഈ BJP ചെയ്തിട്ടുള്ളത്? ആലപ്പുഴയിലെയും അതേപോലെ കോട്ടയത്തെയുമുള്ള പത്തനംതിട്ടയിലുമുള്ള ചില BJP നേതാക്കന്മാരും അതേപോലെ സുരേന്ദ്രനും മുരളീധരനുമുള്ള നേതാക്കന്മാരും ഇത്തരത്തിലുള്ള കൊള്ളയിൽ പങ്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഓരോ ദിവസം വരുന്നത്. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. നന്ദി, നമസ്കാരം.